പി പ്രസ് ചെയ്തിട്ട് ഞാൻ ആ സിലിണ്ടറിനെ എക്സ്ട്രൂഡ് ചെയ്തു. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു. ഇതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാനിതിൽ ഒരു ബ്ലാക്ക് കളറോ എന്നാൽ നിങ്ങൾക്ക് ഗ്രേ കളറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. എന്നിട്ട് ഈ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മാത്രം ഞാൻ ഓഫ്സെറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, അതേപോലെ ഞാൻ ഈ ഒരു ഭാഗവും എഫ് പ്രസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഈ സാധനത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ വേണ്ടിക്ക് ഡിസൈനിലാക്കുക. ലൂപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കളറൊക്കെ കൊടുത്തിട്ട് എന്തുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു എഡ്ജ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എടുക്കുക. എം പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് താഴോട്ടേക്ക് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പിയും കൂടി താഴോട്ടേക്ക് ഇതിനെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴോട്ടേക്ക് കറക്റ്റ് വരുന്നില്ല അല്ലെങ്കിൽ സ്നാപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എയറോ കീ താഴോട്ടേക്കുള്ള എയറോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ആക്സസിലേക്ക് മാത്രമേ പിന്നെ മൂവ് ആവുള്ളൂ. സോ നിങ്ങൾ റൈറ്റിലേക്കുള്ള എയറോ കീ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെ റൈറ്റിലേക്ക് മാത്രമേ സ്നാപ്പ് ആവുള്ളൂ. സോ എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്കുള്ള എയറോ കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു കോപ്പി എടുത്തു, ഇനി ഇതിൻ്റെ തന്നെ 3 കോപ്പി മതി. സോ ഇത് സെലക്ട് ചെയ്യുക, എം പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് താഴോട്ടേക്ക് 2 കോപ്പി എന്നിട്ട് X2 എന്നിട്ട് അടിച്ചാൽ 2 കോപ്പി വരും. സോ ഇതിനെ താഴോട്ടേക്ക് ചെറുങ്ങനെ ഒന്ന് മൂവ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, ഇനി ഇതിൽ മാത്രം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വൈറ്റോ റെഡോ ഏതാ കളർ വേണമെന്ന് വെച്ചാൽ ആ കളർ കൊടുക്കാം. നമ്മളെ സ്പോട്ട് ഇവിടെ റെഡി. സോ ഇതിനെ നിങ്ങൾക്ക് മെറ്റൽ എഫക്റ്റ് കാണണമെന്ന് ആക്കുക കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സോ ഇതിന് നമ്മൾ സ്പോട്ട് ലൈറ്റ് എടുത്തിട്ട് എം പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം. ഈ സ്പോട്ടിനെ എം പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം. ഈ കറക്റ്റ് ഈ പോയിന്റ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ അവിടെ സ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു എൻസ്കേപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകണ്ട. നിങ്ങൾ ആ ഏരിയയിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടത്തേക്ക് പോയി നിൽക്കും. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഈ സ്പോട്ട് ലൈറ്റാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൻ്റെ മേലെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ അവിടത്തേക്ക് പോയി നിൽക്കും. ഇതെല്ലാം കുറച്ച് വേറെ പിടിച്ച സാധനമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പോട്ട് ഉണ്ട്, പക്ഷേ എങ്കിൽ നമ്മൾ വിചാരിച്ചത്ര വെളിച്ചമില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടുന്ന് കൂട്ടുക. അപ്പോൾ അവിടെ വെളിച്ചം വന്നു. ഓക്കെ, ഈ വെളിച്ചം വന്നു. അപ്പോൾ നമുക്ക് ഈ സ്പോട്ടിന് ഈ ഒരു IS ലൈറ്റ് എന്നാണ് പറയുക. ഈ ഒരു ലൈറ്റ് അല്ല നമുക്ക്, ഈ ഒരു ഷേപ്പ് അല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ലോഡ് IS എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ മുന്നിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ ഞാൻ IASൻ്റെ എല്ലാം അയച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കെല്ലാം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ അവർക്ക് ഇമെയിൽ ID അയച്ചു കഴിഞ്ഞാൽ അതിൽ അയച്ചു തരാൻ പറ്റും. സോ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ അടുക്കുള്ള IASൽ ഈ നൈസ് എന്നിട്ടുള്ള IAS എടുത്തിട്ട് ഇവിടെ വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കോൺ ആംഗിൾ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും, അതിൻ്റെ ഷേപ്പും ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ ഇതേ സാധനം ഞാൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് മുകളിൽ വെച്ച് എന്നിട്ട് റൊട്ടേഷൻ ചെയ്തു. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. എന്നിട്ട് ഇതിനെ നേരെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ പോയിന്റ് കൊണ്ട് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലേക്കും താഴേക്കും ലൈറ്റ് കിട്ടി. ഇനി നിങ്ങൾ അടുത്തത് ഇതേപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോമ്പനൻ്റ് ആക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഇനി ഒന്നിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും എഡിറ്റ് ആവും. സോ ഞാനിത് കോമ്പനൻ്റ് ആക്കി എം പ്രസ് ചെയ്ത് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് കറക്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചു. സോ 2 സൈഡിലും നമുക്ക് ലൈറ്റ് കിട്ടി. ഇനി എനിക്ക് ഇത് ഇവിടെയും വേണം. സോ ഞാൻ ഇവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു, ഇവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവച്ചു. ഓക്കെ, എല്ലാ ഭാഗത്തുമായി. സോ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഈ സിറ്റ് ഔട്ടിൽ നിന്ന് താഴോട്ടേക്കുള്ള ലൈറ്റ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് റെക്റ്റാങ്കുലർ ലൈറ്റാണ്. റെക്റ്റാങ്കുലർ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേർട്ടിക്കൽ ലൈനിലൂടെ മാത്രമേ അതിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് ക്ലിക്ക് ചെയ്യുക, ഇത് താഴോട്ടേക്ക് വലിക്കുക. വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് എൻഡ് വേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ആ റെക്റ്റാങ്കിൾ ലൈറ്റ് ക്രിയേറ്റ് ആയി. സോ എം പ്രസ് ചെയ്യുക, ഇവിടുന്ന് ഇതിൻ്റെ പോയിന്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇതിനെ മൂവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് കുറച്ച് വണ്ണമുള്ള ലൈറ്റാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിനെ കറക്റ്റ് മൂവ് ചെയ്തിട്ട് കറക്റ്റ് മൂവ് ചെയ്ത് ഇതിനെ കുറച്ച് ഇങ്ങോട്ടേക്കും സ്കെയിൽ ചെയ്ത് വെച്ചു. നമ്മളെ ലൈറ്റ് അവിടെയുണ്ട്. ആ ലൈറ്റിൽ ഞാനൊന്ന്
എനിക്ക് ഈ ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ പ്രശ്നമാണ്. സോ ഈ ഫീൽഡ് ഓഫ് വ്യൂ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു. ഇതിനെ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ചെറിയൊന്ന് ഡ്രാഗ് ചെയ്ത് ഇതിന് ഞാനൊരു ലൈറ്റ് ഓറഞ്ച് കളറ് ഇവിടുന്ന് കൊടുക്കുകയാണ്. സോ ഇതിൻ്റെ നിങ്ങളിപ്പോൾ കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പവർ കൂട്ടുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ലൈറ്റ് വന്നു, പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ലൈറ്റ് ഇല്ല അല്ലേ, ആ ഒരു പവർ ആ ലൈറ്റിന് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ് കുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നമ്മൾ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഒക്കെ വെളിച്ചം കുറയുന്നുണ്ട്. ഓക്കെ, ഇത് കൂട്ടി വെക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വെളിച്ചം കൂടി വരുന്നതും കാണാം. സോ ഇതാണ് മെയിൻ ലൈറ്റിൻ്റെ ഓവറോൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന സാധനം. ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ ഓവറോൾ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. ഇൻഡിവിജ്വൽ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ ഫുള്ള് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ലൈറ്റ് വരത്തുള്ളൂ. സോ ഇതാണ് നമ്മൾ ലൈറ്റിൻ്റെ പവർ നിശ്ചയിക്കുന്ന സാധനം. സോ ഇതിന് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ലൈറ്റ് കൊണ്ടുവന്നത് ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു ലൈറ്റ് വേണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെക്റ്റാങ്കിൾ ഇവിടുന്ന് ഒരു റെക്റ്റാങ്കിൾ ലൈറ്റ് എടുത്തു, ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ താഴോട്ടേക്ക്, അത് എന്നോട് തന്നെ മറന്നുപോയി, ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, താഴോട്ടേക്ക് മൂവ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, വന്നു പ്രസ് ചെയ്യുക, ഈ പോയിൻറ്റിനെ എടുത്തിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുക, ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് മൂവ് ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് വേണ്ടിയെങ്കിൽ അതിൻ്റെ വിത്ത് ഹൈറ്റും കൊടുക്കാൻ പറ്റും. ഞാനത് കുറച്ചും കൂടി ഈസി ആയിട്ട് അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. പ്രസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, കുറച്ചും കൂടി മുകളിലേക്ക് വെക്കുക. ഓക്കെ, ഈ ലൈറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലാന്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാകും കേട്ടോ. ഞാനിതിലിപ്പം പ്ലാന്റൊന്നും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഇത് ഈ പ്ലാന്റൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കാം. കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. സോ ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. കോപ്പി ഇതിൻ്റെ അസറ്റ് ലൈബ്രറിയിൽ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് റാൻഡമായിട്ട് എടുത്ത് പ്ലേസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെളിച്ചം ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുറച്ചും കൂടി വെളിച്ചം വേണ്ടിയെങ്കിൽ വെളിച്ചം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ 2 ലൈറ്റ് വന്നു. ഇനി നമുക്ക് ഈ പോർച്ചിൽ ലൈറ്റ് വേണം, ഈ ഭാഗത്തും ലൈറ്റ് വേണം, എന്നാലേ ഇതിന് റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇതേ സാധനം കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടേ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ക് ലൈറ്റ് എടുക്കുക, എന്നിട്ട് കറക്റ്റ് ഇതിന് പോയിന്റ് വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് വയ്ക്കുക. എന്നിട്ട് ആ ഡിസ്ക് ലൈറ്റ് എടുത്തിട്ട് കറക്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് പുറകോട്ടേക്ക് നീക്കണം, കറക്റ്റ് വെക്കരുത്, കുറച്ച് പുറകോട്ടേക്ക് നീക്കിയിട്ട് അതിൻ്റെ ലൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് കണ്ടാൽ നിങ്ങൾക്ക് പുറകിൽ ഒരു ലൈറ്റ് വന്നിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ ലൈറ്റിന് വന്നിട്ട് നിങ്ങൾക്ക് ഈ കളർ തന്നെ കൊടുക്കാം. അപ്പോൾ ആ ഒരു യെല്ലോ ഷെയ്ഡ് ഇപ്പോൾ ഈ മരത്തിൻ്റെ ഇതിലേക്ക് ആ ലൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്നത്, കുറച്ച് ഹൈലൈറ്റ് ആയതുപോലെ. അപ്പോൾ സാധാരണ ബൾബൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും, മരത്തിന് കൊണ്ടുപോയിട്ട് അത് അടിച്ചിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടുക. ഇനി രണ്ടാമത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൊടുത്ത ഈ ഒരു ലൈറ്റ് അങ്ങനെ എടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് ഇവിടെയും വന്നു. പോർച്ചിൽ കുറച്ച് മുന്നോട്ടേക്ക് നിൽക്കാൻ മതി. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓവർലാപ്പ് ആയാലും ഇതിൽ നിന്ന് മുകളിലേക്കൊന്നും ലൈറ്റ് വരാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ അടിഭാഗത്തേക്ക് മാത്രമേ, ഏത് ഭാഗത്തേക്കാണ് ഫേസിൻ്റെ നോർമലി ഫേസ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് മാത്രമേ വെളിച്ചം വരുള്ളൂ. താത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിബിളും ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഈ റൂമിൽ ഇനി സൈഡിലൊക്കെ വേണം. സോ നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്തിട്ട്
ഇവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുക്കാം. എന്നിട്ട് ഈ ചെടി കാണുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇവിടെ ഈ ചെടി വരുന്നുണ്ട്. ആ ചെടീനെ നേരെ മുകളിലായിട്ട് ഈ സാധനം കൊണ്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നേരെ മുകളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ലൈറ്റ് കിട്ടി. അതേ സാധനം തന്നെ നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിനെ കണക്കാക്കിയിട്ട് മൂവ് ചെയ്യാം. ആ സൈഡിലും ആ വെളിച്ചം വരണം. സോ നമ്മളിവിടെ വെച്ചിട്ട് നമ്മുടെ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റെക്റ്റാങ്കിൾ, ഈ ഡിസ്ക് ലൈറ്റിനെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വച്ചിട്ടുള്ള ഓരോ ലൈറ്റിൻ്റെയും നേരെ മുകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. സോ ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യരുത്, കുറച്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ച് വെക്കുക. ഓക്കെ, ഒരു കോപ്പി കുറച്ച് ഇങ്ങോട്ടേക്കും, ഓക്കെ ഡൺ. ഈ സാധനത്തിലായി റൈറ്റ് സൈഡിലും ഒരു ഈ ലൈറ്റിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെയും കൂടി കൊണ്ടുവെക്കുക. കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ട് മുകളിലേക്ക് വെക്കുക. ഡൺ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇത്രയും നിങ്ങൾ ഒന്ന് മാക്സിമൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് ലൈറ്റിംഗ് ആണ്. അധികം ഇതിവിടെ കുറച്ച് എക്സ്പോഷർ കൂടിയിട്ടുണ്ട്, അത് നിങ്ങൾ ആ ലൈറ്റ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. പക്ഷേ നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ലൈറ്റില്ല. സാധാരണ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ലൈറ്റ് കാണേണ്ടതാണ്. സോ അതെന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട്, ഇവിടെയും ലൈറ്റ് അടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്ക് ലൈറ്റ് വരേണ്ട സാധനമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ കയറിയിട്ട് കർട്ടൻ ടെക്സ്ചർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കർട്ടൻ്റെ ഫോട്ടോസ് വരും. ഓക്കെ, ആ ഫോട്ടോ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത്, ഞാൻ ഗൂഗിളിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. അതേപോലെ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഇതാണ് സാധനം. ഇപ്പം ഞാൻ എടുക്കുന്ന കർട്ടൻ ഇതാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഈ കർട്ടൻ്റെ ഫോട്ടോ ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ഈസി മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു കർട്ടൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് അപ്പോൾ ഫുള്ള് ഹാങ് ആവാൻ തുടങ്ങും. ഒരു 10 റൂമിൻ്റെ വിൻഡോ ഉണ്ടെങ്കിൽ 10 കർട്ടൻ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പിന്നെ നീങ്ങില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ആ റെക്റ്റാങ്കിൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചിട്ട് ഈ റെക്റ്റാങ്കിൾ നിങ്ങൾ ഒരു കളർ കൊടുത്തതിന് ശേഷം ആ കർട്ടൻ്റെ മെറ്റീരിയൽ കൊണ്ട് പേസ്റ്റ് ചെയ്യും. സോ ഞാൻ ഇവിടുന്ന് ഈ കർട്ടൻ എടുത്തിട്ട് ഇവിടെ വെച്ചു. അതിന് ശേഷം നമ്മൾ സ്കെച്ച് വി മാപ്പിങ്ങിൽ എടുത്തിട്ട് പ്ലെയിനർ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഫിറ്റ് ആവും. ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഈ ഗ്രൂപ്പ് ചെയ്തതിനെ ജസ്റ്റ് മുന്നോട്ടേക്കൊന്ന് മൂവ് ചെയ്ത് വെക്കുക, ഉള്ളിലേക്കല്ലേ മുന്നോട്ടേക്ക്. എന്നിട്ട് നിങ്ങളെ റെൻഡറിങ് അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനിതിന് മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചു, റെൻഡറിങ് എടുത്തു. ഇപ്പം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കർട്ടൻ ഇവിടെ ഉണ്ട്. ഈ കർട്ടനെ നമ്മൾ സെൽഫ് ഇലുമിനേഷൻ, അതിൻ്റെ ലൈറ്റിങ്ങിൽ സെൽഫ് ഇലുമിനേഷനിലേക്ക് മാറ്റാൻ പോകണം. സോ നമ്മളിവിടെ പോയിട്ട് ഇവിടെ ജനറിക് എന്നുള്ളത് മാറ്റിയിട്ട് സെൽഫ് ഇലുമിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കർട്ടൻ ഇലുമിനേറ്റായി. ഇത് ഭയങ്കരമായിട്ടൊന്നും ഇലുമിനേറ്റ് ചെയ്യരുത്, കാരണം കർട്ടൻ ബൾബൊന്നുമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന വെളിച്ചം മാത്രമാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ നമ്മളിങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കർട്ടനെ നേരെ ഉള്ളിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ട അപ്പോൾ കർട്ടൻ ഉള്ളിലിട്ട പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. കുറച്ചൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെച്ചാൽ കിട്ടും. ഇതേ സാധനം തന്നെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നേരെ ഈ താഴത്തെ വിൻഡോയുടെ ഫ്രണ്ടിലും കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. അതേപോലെ തന്നെ ഒരു കോപ്പി ഇവിടുന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. സോ ഇവിടുന്ന് ഒരു കോപ്പി എടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക. എം പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ മൂവ് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിനെ പുറകോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഇവിടെയും ലൈറ്റ്, ഇവിടെയും ലൈറ്റ്. ഈ ഏരിയയിലും അത് വിസിബിൾ ആയിട്ടില്ല. ഒന്നാമത്തെ ആംഗിൾ അങ്ങനത്തെ ആയതുകൊണ്ടാണ് വിസിബിൾ ആവാത്തത്. ആംഗിളിൻ്റെ ഇഷ്യമാണ്. സോ ഇവിടെയും ആ ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ലൈറ്റ് വന്നു, ഇവിടെ ആ ലൈറ്റ് വന്നു.
ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വന്നു. സോ ഇത് ഏകദേശം നമ്മൾ ലൈറ്റ് ഇത്രയേ ആവശ്യമുള്ളൂ, നമ്മൾ ഒരുപാട് ലൈറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലൊക്കെ സ്പോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാൾ ലാമ്പൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലാമ്പ് കൊടുത്തിട്ട് ഒരു സ്പിയർ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത് ക്ലീനായിട്ട് വർക്ക് ചെയ്യും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ലൈറ്റ് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കാം. ഈ ലൈറ്റ് ഇവിടുന്ന് താഴോട്ട് വരുന്ന പോലെയൊക്കെ കൊടുക്കാം. സോ ലൈറ്റിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഓവറോൾ ബ്രൈറ്റ്നസ്സും ആർട്ടിഫിഷ്യൽ ബ്രൈറ്റ്നസ്സും അത് മാച്ച് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ബാക്കി എല്ലാം വരുന്നത്. പിന്നെ ഈ ഇമേജിൽ നിങ്ങൾ ഓട്ടോ എക്സ്പോഷർ മെയിനിൽ ഓട്ടോ എക്സ്പോഷർ അതിൽ കൺട്രോൾ ചെയ്തിട്ട് ശീലിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് കിട്ടും. ഇതിനിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ വെച്ച് അപ്പോൾ നമ്മൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ അധികം മരങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അത് നിങ്ങളുടെ അസറ്റ് ലൈബ്രറി ഉപയോഗിച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണ്ടിക്കലും ഇതിന് നമ്മൾ മാക്സിലുള്ളതുപോലെ വീറയിലുള്ളതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണ്ടിക്കലും നിങ്ങൾക്ക് നിങ്ങളെ വ്യൂ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആനിമേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇപ്പം നിങ്ങൾക്കറിയാം ലൂമിയോണ് അല്ലെങ്കിൽ വേറെയുള്ള സോഫ്റ്റ്വെയർ പോലെ നമുക്കും ഫ്ലൈ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഫ്ലൈ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് WASD എന്ന് വെച്ചുള്ള W മുന്നോട്ടേക്ക് പോകാനും S പുറകിലേക്ക് വരാനും അതേപോലെ തന്നെ A ലെഫ്റ്റിലേക്ക് പോകാനും D റൈറ്റിലേക്ക് പോകാനും Q താഴോട്ടേക്ക് വരാനും E ഫ്രണ്ട് മുകളിലേക്ക് പോകാനും. ഇത് ഗെയിമിൻ്റെ മോഡാണ്. സോ അതേപോലെ നമുക്ക് ഈ ഒരു മോഡ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ആനിമേഷനൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. ഇത് അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നിങ്ങൾ 1, 2, 3 പ്രാവശ്യം ഒരു വീട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാവും. ഈസി ആയിട്ട് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റ് ഓവറാവാനും പാടില്ല, എന്നാൽ വളരെ കുറയാനും പാടില്ല. കറക്റ്റായിട്ട് അതിൻ്റെ ബാലൻസിൽ ചിലപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് ചില സമയം സ്പീഡ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേഗം കഴിഞ്ഞല്ലോ എന്ന് തോന്നും. പക്ഷേങ്കിൽ ഈ ലൈറ്റ് കറക്റ്റാക്കിയിട്ട് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. അത് നമ്മൾ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് വേഗം പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നിങ്ങൾ ഓരോ ലൈറ്റ് വെച്ച് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ എല്ലാ ലൈറ്റും ഒരുമിച്ച് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എഫക്റ്റ് ഒന്നും കിട്ടില്ല. ഓരോ ലൈറ്റ് കൊടുത്തിട്ടും നമ്മൾ അതിൻ്റെ വ്യൂ നോക്കുക, കറക്റ്റാണോ എന്ന്, എന്നിട്ട് അടുത്ത വ്യൂവിലേക്ക് ചേഞ്ച് ആവാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നൈറ്റ് റെൻഡറിങ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ ഇതിൻ്റെ ആനിമേഷനുമായിട്ട് വീണ്ടും കാണാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.